ഇപ്പോൾ ഫാദർ സുജിത് മാത്യു നൌഷേരയിലുണ്ട്. ഫാദർ സുജിത്ത്, നൌഷേരയിലേക്ക് ഇന്നലെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. ആ ഡ്രോൺ ആക്രമണത്തെ ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയിലെ അനുഭവം എന്താണ്? ഇന്നിപ്പോൾ എന്താണ് സാഹചര്യം? നൌഷേരയിൽ അത്ര പേടിക്കേണ്ട സിറ്റുവേഷൻസ് ഒന്നുമില്ല. ഇവിടെ എല്ലാം നോർമലാണ്. എനിക്കൊന്ന് കേരളത്തിലെ പല മീഡിയകളും ആവശ്യമില്ലാത്ത ഹൈപ്പ് കൊടുത്തിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒത്തിരി സ്റ്റാഫുകൾ, മലയാളി സ്റ്റാഫ് ഉണ്ട്, എല്ലാവരും നോർമലാണ്. അവരുടെ വീട്ടുകാരിലൊക്കെ ഇങ്ങനെ ന്യൂസ് കണ്ടിട്ട് പേടിപ്പിച്ച് വിളിക്കുന്നുണ്ട്. ഇവിടെ അത്ര ഒരു ഭീകരാന്തരീക്ഷം ഒന്നുമില്ല, എല്ലാം വളരെ നോർമലാണ്. ഫയറിംഗ് നടക്കുന്നുണ്ട്, അത് എല്ലാവരും സുരക്ഷിതമാണ്, അങ്ങനെ ടെൻഷൻസ് ഒന്നുമില്ല. ഞങ്ങൾ താമസിക്കുന്ന ക്രൈസ്റ്റ് സ്കൂളിൽ നൌഷാര ഇവിടെ സിറ്റിയിലാണ് സ്കൂള്, CMI പബ്ലിക് സ്കൂളാണ്. ബോർഡറിൽ കുറച്ച് ഫയറിംഗ് നടക്കണം, ക്രോസ് ബോർഡർ ഫയറിംഗ്. അതൊഴിച്ചാൽ അത്ര ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല, എല്ലാം വളരെ നോർമലാണ്. ആൾക്കാരെല്ലാം മേഖലകളിൽ മാത്രമാണ് ഇപ്പോൾ പാക് ഷെല്ലിങ്ങും മറ്റു പ്രശ്നങ്ങളും അല്ലേ? ഇവിടെ നമ്മുടെ ശരിക്കും നൌഷാര ഏരിയ കുറച്ച് നമുക്ക് അഡ്വാൻറ്റേജ് കൂടുതലുള്ള ഏരിയയാണ്. നമ്മൾ ഹൈറ്റിലാണ്, അപ്പം നമുക്കാണ് അഡ്വാൻറ്റേജ്. അപ്പം നമ്മൾ അവരെ വിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് തിരിച്ചടി കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം വളരെ നോർമലായിട്ട് നടക്കുന്നത്. അവർ ക്രോസ് ബോർഡർ ഫയറിംഗ് ക്വൈറ്റ് നാച്ചുറലാണ്, അപ്പോൾ അങ്ങോട്ട് നടക്കുന്നുണ്ട്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്ദി ഫാദർ സുജിത് മാത്യു. നൌഷേരയിലാണ് അദ്ദേഹം ഉള്ളത്, അവിടുത്തെ ക്രൈസ്റ്റ് സ്കൂളിൽ, CSIയുടെ സ്കൂളിൽ. അവിടെ കാര്യങ്ങൾ നോർമലാണ്, അതിർത്തിയിൽ വെടിവെപ്പുണ്ട് എന്നുള്ളതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. നൌഷേരയിൽ പ്രശ്നങ്ങളില്ല എന്നറിയുന്നത് വളരെ ആശ്വാസകരമാണ്. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചവർ സുരക്ഷിതരാണ് എന്ന വിവരം വരുന്നത് വലിയ ആശ്വാസകരമാണ്. ഫാദർ സുജിത് മാത്യുമാണ് അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്.